IS റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരാണെന്ന് കൊച്ചി NIA കോടതി. കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. 2017-2018 കാലത്ത് കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് IS റിക്രൂട്ട്മെന്റിന് ശ്രമിച്ചെന്നാണ് കേസ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് ഈവനിംഗ്. ആ ഒരു സമയത്ത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ISലേക്ക് വ്യാപകമായി റിക്രൂട്ട്മെന്റ് നടന്നുവെന്ന് കേസ് വന്നിരുന്നു. ആ കേസിൽ ഇവർ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. തിങ്കളാഴ്ച ശിക്ഷ വരാനിരിക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നത്? 2017-18 കാലഘട്ടത്തിൽ ഏറെ ചർച്ചയായ ഒന്നായിരുന്നു കേരളത്തിൽ നിന്ന് ISലേക്കുള്ള റിക്രൂട്ട്മെന്റ്. അത് പ്രധാനമായി നടത്തിയ ആളുകളാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന NIA കോടതി ശരിവച്ചിരിക്കുന്നത്. മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുൾ ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമത്തിലൂടെയും അതോടൊപ്പം തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി യുവാക്കൾക്ക് ഇവർ ISലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങളും ഇവർ നൽകിയെന്നാണ് NIAയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമൊക്കെ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇവർക്കെതിരെ 3 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. UAPA 38, UAPA 39 IS ആശയം പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പാണത്. മറ്റൊന്ന് IPC 120B ആണ്, ഗൂഢാലോചന. ഈ 3 വകുപ്പുകളും തെളിയിക്കാൻ NIAക്ക് പ്രോസിക്യൂഷന് NIA കോടതിയിൽ സാധിച്ചു. ആ പശ്ചാത്തലത്തിലാണ് ഇവർ 3 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. തമിഴ്നാട്ടിലെ ഉക്കടം സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുള്ള ആ കേസിലും ഇവർ പ്രതികളാണ്. ആ സ്ഫോടനത്തിലും ഇവർക്ക് ബന്ധമുണ്ട് എന്ന് നേരത്തെ NIA കോടതിയെ അറിയിച്ചിരുന്നു. ആ കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ NIA രജിസ്റ്റർ ചെയ്ത ഈ IS റിക്രൂട്ട്മെന്റ് കേസിലും ഈ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച കേസിൽ NIA കോടതി വിധി പറയും. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.